ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ കേരളത്തിന്റെ മുഖമാണ് സഞ്ജു സാംസൺ. വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായ സഞ്ജു സമീപകാലത്തായി ഇന്ത്യൻ ടീമിലെ സജീവ താരമാണ്. അവസാന T20 ലോകകപ്പിൽ ഇന്ത്യൻ ടീമിനൊപ്പം സഞ്ജുവും ഉണ്ടായിരുന്നു. കേരളത്തിൽ നിന്ന് ക്രിക്കറ്റിൽ ഏറ്റവും ഉയരം കീഴടക്കിയ താരമെന്ന വിശേഷണം സഞ്ജുവിന് നൽകാം. ഇന്ന് കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ അഭിമാന താരമാണ് സഞ്ജു. വരാനിരിക്കുന്ന കേരള ക്രിക്കറ്റ് ലീഗിന്റെ ലോഗോ പ്രകാശനം ചെയ്തതും സഞ്ജുവായിരുന്നു. എന്നാൽ കേരളത്തിന്റെ അഭിമാന താരമായ സഞ്ജുവിനെ ഒരിക്കൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ വിലക്കിയിരുന്നു. ഈ സംഭവം സഞ്ജുവിന്റെ കരിയറിന്റെ തുടക്കകാലത്താണ്. അന്ന് സംഭവിച്ചത് എന്താണെന്നറിയാമോ? കേരള ടീമിലുണ്ടായിരുന്ന 13 പേർക്കെതിരെയാണ് അന്ന് അച്ചടക്ക നടപടി സ്വീകരിച്ചത്. 5 താരങ്ങൾ സസ്പെൻഷൻ നേരിട്ടപ്പോൾ ബാക്കിയുള്ള 8 പേർക്ക് പിഴശിക്ഷയും ലഭിച്ചു. സഞ്ജു ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടപടിയെടുക്കാൻ കാരണമായത് ക്യാപ്റ്റനോട് മോശമായി പെരുമാറിയതിനും നിർദ്ദേശങ്ങൾ അനുസരിക്കാതെ ഇരുന്നതിനുമാണ്. ഇതിനെ തുടർന്ന് 3 മത്സരങ്ങളിൽ സഞ്ജുവിന് വിലക്കടക്കം നേരിടേണ്ടി വന്നു. ഈ സംഭവം നടക്കുമ്പോൾ സഞ്ജു സാംസൺ IPL അടക്കം കളിച്ച് പേരെടുത്തിരുന്നു. എന്നാൽ അന്ന് രാജസ്ഥാൻ റോയൽസിന്റെ നായക സ്ഥാനത്തേക്ക് സഞ്ജു എത്തിയിരുന്നില്ല. കരിയറിന്റെ തുടക്കകാലത്ത് അച്ചടക്കമില്ലാത്ത കളിക്കാരനായിരുന്നു സഞ്ജുവെന്ന് പറയാം. ടീമിന്റെ അനുമതിയില്ലാതെ പുറത്തു പോവുകയും ചോദ്യം ചെയ്തപ്പോൾ കയർത്ത് സംസാരിക്കുകയും ചെയ്തതിന്റെ പേരിൽ സഞ്ജു പ്രതിക്കൂട്ടിലായിട്ടുണ്ട്. ഒരിക്കൽ സഞ്ജു തന്റെ ബാറ്റ് തല്ലിപ്പൊളിച്ച് പ്രതികരിച്ചതും വലിയ വിവാദമായിരുന്നു. സഞ്ജുവിനെതിരായ നടപടിയെ ചോദ്യം ചെയ്തതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ പിതാവിനെയും KCA വിലക്കുന്ന സാഹചര്യമുണ്ടായി. അടുത്ത സീസണിൽ CSK, ഡൽഹി ക്യാപിറ്റൽസ്, റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ടീമുകളിലൊന്നിൽ സഞ്ജു കൂടുമാറാൻ ഒരുങ്ങുകയാണെന്ന റിപ്പോർട്ട് ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ട്. എന്നാൽ സഞ്ജു ഇതിനോട് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. ഇതുപോലുള്ള പുതിയ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.